രസകരമായൊരു പോസ്റ്റിനെ കുറിച്ച് പറയട്ടെ. 2022 മാർച്ച് 16 ഒരു നേതാവ് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പൂവിൻ്റെ പോസ്റ്റ് ഇടുന്നു. അതിൽ അസ്വാഭാവികതയൊന്നും തന്നെയില്ല. മാർച്ച് 17 മറ്റൊരു പൂവിൻ്റെ പോസ്റ്റ് എത്തി. അതിലും അസ്വാഭാവികമായിട്ടൊന്നും തന്നെയില്ല. 3-ാം ദിവസമായി, 4-ാം ദിവസമായി, 5-ആയി, ദിനചര്യ പോലെ എല്ലാ ദിവസവും അതൊരു പതിവായി. അതങ്ങനെ നീണ്ടു പോന്നു. 2024 ഡിസംബർ 9 മറ്റൊരു പോസ്റ്റ് എത്തി. 1000 days 1000 flowers. അതുവരെ സാധാരണമായിരുന്ന ആ പോസ്റ്റ് അസാധാരണമായി. പൂക്കളുടെ നിറവും സുഗന്ധവും ആകർഷകവും എല്ലാവരെയും ആകർഷിക്കുന്നതാണ്. ഓരോ പൂവിന് പിന്നിലും ഒരു കഥയുണ്ട്, ഒരു സ്വപ്നമുണ്ട്, ഒരു ചരിത്രമുണ്ട്. പൂക്കളെ അത്രയേറെ സ്നേഹിക്കുന്നവരുണ്ട്. എന്നാൽ എം സ്വരാജിനെ പോലൊരു വ്യക്തി പൂക്കളെ ഇത്രയേറെ സ്നേഹിക്കുന്നുവെന്നത് അല്പം കൗതുകമുണർത്തുന്ന കാര്യം തന്നെയല്ലേ. പൂക്കൾ വിപ്ലവത്തിന് കാരണക്കാരായിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോയി എന്ന് മാത്രം. ഈ ലോകത്ത് പൂക്കളാണ് സ്നേഹം കണ്ടുപിടിച്ചതെന്ന് പോപ്പോ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പൂക്കളെ ഇത്രയേറെ ചേർത്ത് വെച്ചൊരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ പുസ്തകവും. സ്വരാജിൻ്റെ ഒരു പുസ്തകമുണ്ട്. എഴുതി പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം പബ്ലിസിറ്റി നൽകാതിരുന്നൊരു പുസ്തകം. എന്നാൽ ഇന്ന് സൈബറിടത്ത് സ്വരാജിൻ്റെ പൂക്കളും പുസ്തകവും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇങ്ങനെയൊരു പുസ്തകം ഇതിനു മുമ്പ് നമ്മുടെ ഭാഷയിൽ ഉണ്ടായിട്ട് പോലുമില്ല. പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. എല്ലാവരെയും അതുകൊണ്ടാണ് നമ്മൾ ഓരോ സ്വീകരണത്തിലൊക്കെ ആളുകൾ പൂക്കൾ തന്നെ സ്വീകരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. എനിക്കും ഇഷ്ടമാണ്. പൂക്കളും ചെടികളും ഇലകളും എല്ലാം കുട്ടിക്കാലം മുതലേ എനിക്കിഷ്ടമാണ്. നമുക്ക് ചില പൂക്കളോട് പ്രത്യേകമായ അടുപ്പമോ അല്ലെങ്കിൽ പ്രത്യേകമായ ശ്രദ്ധയോ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. പല പൂക്കൾക്കും ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട്. അത് പലരും അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ പലരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. വലിയ സ്ഥാനമുണ്ട്. മഹാവിപ്ലവങ്ങൾ, വലിയ പ്രതിരോധങ്ങൾ, വലിയ മൂവ്മെൻറ്റുകളൊക്കെ ഈ പൂക്കളുമായി ബന്ധപ്പെട്ട് വരുന്നു. അതെനിക്ക് വലിയ അത്ഭുതമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ തുടർന്നു. അപ്പോൾ എനിക്ക് തോന്നി കുട്ടികൾ, ഞാൻ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയ അവർ പ്രകൃതിയെയും പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സസ്യലതാദികളെയും എല്ലാം പരിഗണിക്കുന്നവരായി, എല്ലാറ്റിനും ഈ ഭൂമിയിൽ ഒരിടമുണ്ടോ എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥയുള്ളവരായി അവർ വളർന്നാൽ അത് സമൂഹത്തിന് നല്ലതാണ് എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കുറിപ്പുകൾ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കാം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. എം സ്വരാജ് നിലമ്പൂർ LDF സ്ഥാനാർത്ഥി എന്നതിന് പുറമെ സ്വരാജിനെ കുറിച്ച് ജനങ്ങൾക്ക് വാചാലരാകാൻ ഇത്തരത്തിൽ പല കാര്യങ്ങളാണുള്ളത്.